ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ്. അത് ആത്മാവിൻ്റെ ആഹാരമാണ്. ആത്മബലം പകരുന്ന ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാമത്തെ വചനം. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായ എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. ദൈവത്തിൻ്റെ മനസ്സിലെ സ്വകാര്യ ദുഃഖം. ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിനു വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ തന്നെ ഒരുത്തൻ പോലുമില്ല, ബുദ്ധിമാന്മാർ ആരുമില്ല, എല്ലാവരും വഴിതെറ്റിക്കൊള്ളരുതാത്തവരായി തീരുന്നു എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. ദൈവം ആരാണ്? 1, രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവൻ. 2, ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവൻ. 3, ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവൻ. 4, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം. ആ ദൈവം എവിടെ എന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത്, രാത്രിയിൽ ദൈവം സ്തോത്രഗീതങ്ങൾ നൽകുന്നു. രാത്രി എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂരിരുട്ട് വരുന്ന രാത്രിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഭക്തന്മാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ രാത്രിയോട് ഉപമിക്കാം നമുക്ക്. കഷ്ടതയുടെ ഭീകര രാത്രികളിൽ കൂടി കടന്നു പോകാത്ത ഭക്തന്മാരില്ല. കഷ്ടതയുടെ ഭീകര രാത്രികളിൽ ദൈവം തൻ്റെ മക്കൾക്ക് സ്തോത്രഗാനങ്ങൾ നൽകുന്നു. കഷ്ടത വരുമ്പോൾ ദൈവമില്ലാത്തവൻ, വീണ്ടും ജനിക്കാത്തവൻ, രക്ഷിക്കപ്പെടാത്തവൻ പിറുപിറുക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, മദ്യപിക്കുന്നു, നാടുവിട്ടു പോകുന്നു. ചിലർ ആത്മഹത്യ കൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്നു. എന്നാൽ ഭക്തൻ്റെ പ്രത്യാശ ദൈവത്തിലായതുകൊണ്ട് ദൈവം അവന് സ്തോത്ര ഗാനങ്ങൾ നൽകുന്നു. സങ്കീർത്തനക്കാരനായ ആസാഫ് പറഞ്ഞത് ശ്രദ്ധിക്കണം. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. കോരഹപുത്രന്മാരുടെ അനുഭവം സങ്കീർത്തനം 42:8 അവിടെ പറയുന്ന, യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കുന്നു, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം. ഇപ്രകാരമുള്ള ഭീകര രാത്രികളിൽ, കൂരിരുട്ട് നിറഞ്ഞ വേളകളിൽ സ്തോത്രഗാനങ്ങൾ ആലപിക്കുവാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് പല വിധത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. പരിശോധനയുടെ വേളകളിൽ ആണ് നമ്മുടെ ഭക്തി പലപ്പോഴും തൂക്കി നോക്കപ്പെടുന്നത്. അപ്പോൾ പ്രാകുവാനും അലമുറയിടുവാനും നിലവിളിക്കുവാനും മാത്രമാണ് ശേഷം മനുഷ്യർ തയ്യാറാകുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ ആ സന്ദർഭങ്ങളിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഉണ്ട്. അവർ പാടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. മുൻകാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർക്കണം. അത് ആണ് സ്തോത്രഗാനങ്ങളായി നമ്മളിൽ നിന്ന് ഉയരേണ്ടത്. ഇനി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നമ്മുടെ പിതാവായ ദൈവം സംഗ്രഹിച്ചിരിക്കുന്നതും വാട്ടവും ക്ഷയവും മാലിന്യവുമില്ലാത്ത അവകാശത്തെക്കുറിച്ച് പ്രത്യാശയോടെ ഓർത്ത് സ്തോത്രഗാനങ്ങളോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രത്യാശ ആരിലാണ് വെച്ചിരിക്കുന്നത് എന്ന് നാം ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടി വരും. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ എവിടേക്ക് പോകുവാൻ ആണ് ഓടുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ലോകം നമുക്ക് യോഗ്യമല്ലെങ്കിൽ ഇവിടെ നാം അന്യരും പരദേശികളുമായിട്ട് എണ്ണിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അല്പകാലത്തേക്കുള്ള, നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടത്തിൽ നമുക്ക് സ്തോത്രഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തീർച്ചയായും കഴിയണം. പരിശോധനകളുടെയും നെടുവീർപ്പുകളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും ഭീകര രാത്രികളിൽ നാവിന്മേൽ ഒരു ഭക്തൻ്റെ
നിറഞ്ഞു നിൽക്കേണ്ടത് സ്തോത്രഗാനങ്ങളാണ്. അത് ചുറ്റും പാർക്കുന്ന അവിശ്വാസികളായ ആളുകൾക്ക് ഒരു നല്ല സാക്ഷ്യമാണ്. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രദർശനമാണ് അപ്പോൾ നമ്മിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മളെ കരുത്തുറ്റവരാക്കി, ശക്തന്മാരാക്കി, നന്ദിയുള്ളവരാക്കി, സ്തോത്രഗീതങ്ങൾ പാടുവാൻ പ്രാപ്തരാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എവിടെയെന്ന് ഒരുത്തിനും അന്വേഷിക്കുന്നില്ല. മാത്രമല്ല, ആകാശത്തിലെ പക്ഷികളെക്കാൾ ജ്ഞാനികളാക്കുന്ന, മൃഗങ്ങളെക്കാൾ പഠിപ്പിക്കുന്ന ഒരു ദൈവം, സൃഷ്ടാവായ ദൈവം. ഈ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഈ ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് ഭാഗ്യവാന്മാർ. ഈ ദൈവത്തോടടുക്കുവാൻ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ പാപമോചനം പ്രാപിച്ച് ദൈവ പൈതലായി തീരുക എന്നുള്ളത് തന്നെ. ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. മതം, ജാതി, നിറം ഒന്നും നോക്കാതെ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു രക്ഷ ദൈവം സൗജന്യമായി നൽകുന്നു. ആ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വളരെ കരുതുന്ന, വളരെ സ്നേഹിക്കുന്ന, ജ്ഞാനികളാക്കുന്ന ഒരു ദൈവം ജീവിക്കുമ്പോൾ ആ ദൈവം എവിടെയെന്ന് അന്വേഷിപ്പാൻ മനസ്സില്ലാതെ നിരാശയോടെ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുഖം അന്വേഷിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ കൊടുക്കണമേ. അവിടുത്തെ മുഖം അന്വേഷിപ്പാനുള്ള കൽപ്പന അവിടുന്ന് ഓരോരുത്തരുടെ ജീവിതത്തിലും അയക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ.